ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭാഗികമായി പുറത്തുവന്നതിന് പിന്നാലെ പലരും നടത്തുന്ന വെളിപ്പെടുത്തലിൽ പ്രതികരണവുമായി നടി ശ്രീലത നമ്പൂതിരി. ഈ പ്രതികരിച്ചവർക്കെല്ലാം ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് എന്താ തെളിവെന്ന് ശ്രീലത നമ്പൂതിരി മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു. ചീത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവർ ധൈര്യമായിട്ട് തെളിവ് സഹിതം പരാതി കൊടുക്കണമെന്നും അവർ പറഞ്ഞു. 2009 നടന്ന സംഭവമാണത്. ഇത്രയും നാൾ ഈ നടി എവിടെ പോയിരുന്നു? ഇത്രയും നാൾ എന്തിന് കാത്തിരുന്നു? ബാൻ ചെയ്യുകയാണെങ്കിൽ അവർ വേറെ വല്ല ജോലിക്ക് പോ, സിനിമയിൽ തന്നെ വരണമെന്ന് ഇത്ര തീരുമാനമെന്താ? ഈ കമ്മീഷൻ വരുന്നത് വരെ കാത്തിരുന്നത് എന്തിനാണ്? ഈ പ്രതികരിച്ചവർക്കെല്ലാം ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് എന്താണ് തെളിവ്? ഇത് ചുമ്മാ അവിടുന്നും ഇവിടുന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദിവസവും 10-25 പേർ പീഡനം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. തനിക്ക് അങ്ങനെയുള്ള ചീത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും ചീത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവർ ധൈര്യമായിട്ട് തെളിവ് സഹിതം പരാതി കൊടുക്കണമെന്നും ശ്രീലത നമ്പൂതിരി പ്രതികരിച്ചു. അതേസമയം സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനവും ഞായറാഴ്ച രാജിവെച്ചു. ബംഗാളി നടി ഉന്നയിച്ച ആരോപണം വിവാദമായ പശ്ചാത്തലത്തിലാണ് രാജി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ പ്രതിച്ഛായക്ക് കളങ്കമേൽക്കാതിരിക്കാനാണ് രഞ്ജിത്ത് ഈ തീരുമാനമെടുത്തതെന്നാണ് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചത്. അതേസമയം ചലച്ചിത്ര അക്കാദമി ചെയർമാനായി സംവിധായകൻ ബി രഞ്ജിത്തും രാജിവെച്ചതിന് പിന്നാലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനും അതിനു പിന്നാലെ ഉയർന്ന ആരോപണങ്ങളിലും പ്രതികരണവുമായി ചലച്ചിത്ര പ്രവർത്തകരും സംഘടനയായ ഫെഫ്കെയും രംഗത്ത് വരുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്ത്രീകൾ ഉന്നയിച്ച ആരോപണങ്ങൾ ഞെട്ടിക്കുന്നതെന്നാണ് ഫെഫ്കെ പറഞ്ഞത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന കണ്ടെത്തലോടെ ഉയർന്ന വിവാദങ്ങളിൽ വൻ തലകൾ ഉരുളുന്നുണ്ട്. ലൈംഗിക അതിക്രമങ്ങൾ ആരോപണത്തിൽ നടൻ സിദ്ദീഖും ബംഗാളി നടിയോട് മോശമായി പെരുമാറിയെന്ന വെളിപ്പെടുത്തലിൽ സംവിധായക രഞ്ജിത്തും രാജിവെച്ചിരുന്നു. എന്നാൽ ബംഗാളി നടിയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും സത്യം ഒരു നാൾ ലോകം അറിയുമെന്നും ഓഡിയോ സന്ദേശത്തിൽ രഞ്ജിത്ത് വ്യക്തമാക്കി. എന്നാൽ താൻ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് രഞ്ജിത്ത് കൂട്ടിച്ചേർത്തിട്ടുള്ളത്.